ഇലക്ഷനോടനുബന്ധിച്ച് പ്രതിപക്ഷം ഇന്ന് ചർച്ചയാക്കുന്ന വലിയൊരു വിഷയമാണ് വിലക്കയറ്റം എന്നുള്ളത്. എന്നാൽ ആരാണ് യഥാർത്ഥത്തിൽ വില കൂട്ടുന്നത്? സ്റ്റേറ്റ് ഗവൺമെൻറ് ആണോ, സെൻട്രൽ ഗവൺമെൻറ് ആണോ, RBI ആണോ, അതോ ഒരു മാർക്കറ്റ് എന്നുള്ള ഇൻവിസിബിൾ ഹാൻഡ് ആണോ? നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് വിലയുടെ രാഷ്ട്രീയത്തെക്കുറിച്ചിട്ടാണ്. പണ്ടത്തെ വലിയൊരു പലചരക്ക് ലിസ്റ്റും എടുത്തു വച്ച് ഇങ്ങനെയൊരു കാലമുണ്ടായിരുന്നു എന്ന് ഭൂതകാല കുളിരും അയവിറക്കിയിരുന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഓരോ സാധനങ്ങളുടെയും വില 10-100 ഇരട്ടിയായിട്ട് വർദ്ധിപ്പിച്ച് മുതലാളിമാർക്ക് മുതൽ കൂട്ടുന്ന സിസ്റ്റത്തിൻ്റെ ചൂഷണത്തെ നമ്മൾ തിരിച്ചറിയണം. ആ സിസ്റ്റം ആരാണ് കൊണ്ടുവന്നത് എന്ന് മനസ്സിലാക്കണം. അതിനെതിരെ പോരാടാൻ നമ്മൾ തയ്യാറാവണം. ഇന്ത്യയിൽ വില കൂടാനുള്ള ഏറ്റവും പ്രധാന കാരണം എന്നുള്ളത് ഓയിലിൻ്റെ വില കൂടുന്നു എന്നുള്ളതാണ്. ഓയിൽ എന്നത് ഒരു യൂണിവേഴ്സൽ പ്രൈസ് ഡ്രൈവറാണ്. എന്നാൽ ഫ്യൂൽ പ്രൈസ് ഡിസൈഡ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ഗവൺമെൻറ് ആണ്. മോണിറ്ററി പോളിസി ആരുടെ കയ്യിലാണ്? സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലാണ്, RBIയുടെ കയ്യിലാണ്. ഫ്യൂൽ ഡീറെഗുലേഷൻ പോളിസി ആരാണ് നടപ്പാക്കിയത്? കോൺഗ്രസ് ആണ് നടപ്പാക്കിയത്, പിന്നീട് BJPയും. ഡീറെഗുലേഷൻ ഓഫ് എസെൻഷ്യൽ കൊമോഡിറ്റീസ് ആര് നടപ്പാക്കി? കോൺഗ്രസ് നടപ്പാക്കി, BJP ആക്സലറേറ്റ് ചെയ്തു. 1991 നിയോ ലിബറൽ പോളിസി നടപ്പാക്കി. അത് 2014 ആ റിഫോം ആക്സലറേറ്റ് ചെയ്ത് സ്റ്റിറോയിഡിൽ പ്രവർത്തിപ്പിച്ചത് ആരാണ്? BJP ഗവൺമെൻറ്റാണ്. ഇത് യഥാർത്ഥത്തിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഒരു മാർക്കറ്റ് പ്രൈസും ഡിക്റ്റേറ്റ് ചെയ്യാനുള്ള അവകാശം ഇന്നത്തെ ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തില്ല. ക്യാപിറ്റലിസത്തിൻ്റെ അടിസ്ഥാനം തന്നെ മാർക്കറ്റ് ഡിസ്കവേഴ്സ് ഇറ്റ്സ് ഓൺ പ്രൈസ് എന്നുള്ളതാണ്. 2020 ഫാം ലോസ് കൊണ്ടുവന്നപ്പോൾ കോർപ്പറേറ്റ്സിൻ്റെ എസെൻഷ്യൽ കൊമോഡിറ്റീസ് സ്റ്റോക്ക് പൈൽ ചെയ്യാനുള്ള അധികാരം കൂട്ടി. BJP സെൻട്രൽ ഗവൺമെൻറ്റാണ് ഇത് കൊണ്ടുവന്നത്. അതായത് ഈ നയങ്ങളൊന്നും തന്നെ തീരുമാനിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ് അല്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് യഥാർത്ഥത്തിൽ ഈ പ്രെഡേറ്ററി ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റം എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ്. യാഥാർത്ഥ്യങ്ങളെ മൊത്തമായി മറച്ചുവെച്ച് കൺസ്യൂമറിസത്തോട് സ്വയം അടിമപ്പെടുന്ന ഒരു കൾച്ചർ കൂടിയാണ് പ്രെഡേറ്ററി ക്യാപിറ്റലിസം എന്നുള്ളത്. ഇന്ത്യയിൽ അത് പരിതാപകരമായിട്ടുള്ള ഒരു നവബ്രാഹ്മണ്യമായിട്ട്, ഒരു അടിമ സംസ്കാരമായിട്ട് വളർന്നിട്ടുണ്ട്. നിങ്ങൾ ഏത് പ്രൊഡക്റ്റും എടുക്കും, ഒരു ചെരുപ്പോ അല്ലെങ്കിൽ ഒരു ഷർട്ടോ, അതിൻ്റെയൊക്കെ വില കഴിഞ്ഞ 10 വർഷമായിട്ട് 10 ഇരട്ടിയെങ്കിലും കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. നിങ്ങൾക്ക് 60 രൂപയ്ക്ക് ഒരു ചെരുപ്പ് 2010 കിട്ടുമായിരുന്നെങ്കിൽ ഇന്ന് അതിന് 500 രൂപയാണ്. അതൊരു ബ്രാൻഡഡ് ചെരുപ്പാണെങ്കിൽ ഇന്ന് അതിന് 1000-1500 രൂപയാണ്. അതായത് നിങ്ങളുടെ ആവശ്യങ്ങളെ അനിവാര്യതകളാക്കി മാറ്റി ആർട്ടിഫിഷ്യൽ ആയി വില കൂട്ടുകയും അതിൻ്റെ സപ്ലൈ കുറയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. ഒരു വീട് എന്നുള്ളത് ഭൂരിപക്ഷത്തിന് ലഭ്യമല്ല, നല്ല വിദ്യാഭ്യാസമോ ഹെൽത്ത് കെയറോ ലഭ്യമല്ല. എന്നാൽ ഇത്തരത്തിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള കൊമോഡിറ്റീസ് ഇഷ്ടം പോലെ ലഭ്യമാണ്. അത് വാങ്ങിക്കാനുള്ള ക്രെഡിറ്റ് കാർഡ്സ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ലഭിക്കും. അതായത് നിങ്ങളെ ഒരു ലൈഫ് ടൈം ഇൻഡെപ്റ്റഡ് ആക്കി വയ്ക്കുക എന്നുള്ളത് കൂടി ഈ സിസ്റ്റത്തിൻ്റെ നയമാണ് എന്നുള്ളതാണ്. ഇങ്ങനെയുള്ള സാമ്പത്തിക പരാധീനതയിലും കടക്കണിയിലും പെട്ട് ആത്മഹത്യ ചെയ്യുന്നവരടക്കം ഈ പറഞ്ഞ മുതലാളിമാരുടെ അപദാനം പാടിയിരുന്നവരായിരിക്കണം. അതാണ് നവബ്രാഹ്മണ്യമുണ്ടാക്കിയ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻറ്റേർണലൈസ്ഡ് സ്ലേവറി. ഇന്ത്യയുടെ മൊത്തം സമ്പത്തിൻ്റെ 78% കൈവശം വച്ചിരിക്കുന്ന ഇന്ത്യൻ ജനസംഖ്യയുടെ 10% മാത്രമുള്ള അതിസമ്പന്നരാണ്. 1% മാത്രം വരുന്ന കോടീശ്വരന്മാരിലാണ് സമ്പത്തിൻ്റെ പകുതിയിലേറെയും. 65 കുടുംബങ്ങളുടെ സ്വത്ത് ഇന്ത്യൻ GDPയുടെ 40% വരും. അതായത് നമ്മളെ ഇങ്ങനെ സ്വയം അന്യാധീനപ്പെടുത്തി വച്ചിരിക്കേണ്ടതും ഈ വ്യവസ്ഥയുടെ ആവശ്യമാണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് മറ്റൊരു സിസ്റ്റത്തിലേക്ക് നോക്കാം. ഒരു കോൺട്രാസ്റ്റിംഗ് സിസ്റ്റം, ഒരു മാർക്കറ്റ് സോഷ്യലിസ്റ്റ് സിസ്റ്റം. ഈ കോവിഡിന് ശേഷം ലോകത്തെല്ലായിടത്തും വിലക്കയറ്റമുണ്ടായി. US ഏകദേശം 8% വില കൂടി, യൂറോപ്പിൽ 10%. എന്നാൽ ചൈനയിൽ ഇൻഫ്ലേഷൻ 1-2% ആയി. നിയന്ത്രിക്കാൻ ചൈനയ്ക്ക് പറ്റി. എങ്ങനെ പറ്റി? ചൈനയിൽ എനർജി, ഫുഡ്, ട്രാൻസ്പോർട്ട് ഇതൊക്കെ തന്നെ സ്റ്റേറ്റ് കൺട്രോൾഡാണ്. കമ്പനികൾക്ക് റാൻഡമായി പ്രൈസ് കൂട്ടാൻ ഉള്ള അധികാരമില്ല. ഒരു ഡ്യുവൽ പ്രൈസിംഗ് സിസ്റ്റം ഉണ്ട് അവിടെ. എസെൻഷ്യൽ കൊമോഡിറ്റീസിന് ബേസ് പ്രൈസ് എന്നുള്ളത് ഗവൺമെൻറ് തീരുമാനിക്കും. ജനങ്ങൾക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി ആ പ്രൈസിൽ കൊടുക്കാൻ ഏത് പ്രൈവറ്റ് കമ്പനി ആണെങ്കിലും തയ്യാറാണ്. ദ മാർക്കറ്റ് കൺട്രോൾസ് ദ ഗവൺമെൻറ്. എന്നാൽ ചൈനയിൽ ഗവൺമെൻറ് കൺട്രോൾസ് ദ മാർക്കറ്റ് എന്നുള്ളതാണ്. ഇതാണ് യഥാർത്ഥത്തിൽ ഡിഫറൻസ്. ദ കോൺഗ്രസ് ആൻഡ് BJP, two sides of the same coin, the same capitalist masters. കേരളത്തിലെ വിലക്കയറ്റത്തിന് പഴിക്കേണ്ടത് സംസ്ഥാന ഗവൺമെൻറ്റിനെയല്ല. അതിൻ്റെ പ്രയാത്തക്കൾ കോൺഗ്രസ് തുടങ്ങി വെച്ച BJP സ്റ്റിറോയിഡ് കൊടുത്ത് നടപ്പാക്കിയ മൊണോപ്പൊളി ക്യാപിറ്റലിസമാണ്. മനസ്സിലാക്കേണ്ടത് ഇതാണ്: ഒരു ഷാമ്പൂ മേടിക്കാൻ 100 ഓപ്ഷൻ ലഭിക്കുന്ന ലോകമല്ല നമുക്ക് വേണ്ടത്. എല്ലാവർക്കും മെച്ചപ്പെട്ട ജീവിത സാഹചര്യം